ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഭരതനാട്യം ഡ്രസ്സ് വെയർ ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയും അതുപോലെ സെമി ക്ലാസിക്കൽ ഡാൻസിന് നമുക്ക് വീട്ടിൽ ഒരുങ്ങാൻ പറ്റിയൊരു വീഡിയോയും കൂടാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഡാൻസിൻ്റെ ബ്ലൗസാണ് നമ്മൾ വെയർ ചെയ്യേണ്ടത്. ബ്ലൗസിൻ്റെ ഹുക്സിന് എത്ര ഉറപ്പുണ്ടെന്ന് പറഞ്ഞാലും മുകളിലും താഴെയായിട്ട് ഒന്ന് പിൻവെച്ച് കുത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്തെ പാർട്ടും വരുന്നത് അപ്പർ ബോഡിയിലാണ്. അതും പല്ലു ഡ്രേപ്പ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുന്ന പീസാണ്. ഇതിൻ്റെ ബാക്കിൽ ഒരു ടൈ കാണും, അത് ബാക്കിൽ വെച്ച് കെട്ടിക്കൊടുക്കുക. അത് കഴിഞ്ഞ് ഫ്രണ്ടിലത്തേക്ക് വലിച്ചു കെട്ടാനും ടൈ കാണും. ചെസ്റ്റ് ഭാഗത്ത് ബ്ലൗസിനോട് ചേർന്ന് 2-3 പിൻകുത്തി ഇതൊന്ന് ഉറപ്പിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഭരതനാട്യം ഡ്രസ്സിന്റെ മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ പൈജാമയാണ്. ഈ വിശറി പോലെ വരുന്ന ഫ്രണ്ടിലത്തെ ഭാഗം ചില പൈജാമകളിൽ അറ്റാച്ച്ഡ് ആയിരിക്കും, പക്ഷേ ഇതിൽ അല്ല. ആദ്യം പൈജാമ ഇട്ടു, അത് കെട്ടിയതിന് ശേഷമാണ് ഈ ഒരു വിശറി പോലത്തെ ഭാഗം വെക്കുന്നത്. പൈജാമ ഇടുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പല്ലുവിന്റെ ബാലൻസ് ഭാഗം ഇതിന്റെ ഉള്ളിലാക്കി വേണം ടൈ ചെയ്യാനായിട്ട്. ഈ ഒരു ഡ്രസ്സിന് പൈജാമയും അതുപോലെ ഞൊറിവുള്ള ഭാഗവും കൂടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസ് ബട്ടൺ ഉണ്ട്. അല്ലാത്ത പക്ഷം നമുക്ക് ഇവിടെ സേഫ്റ്റി പെൻ കുത്തി വെക്കേണ്ടതാണ്. ഈ ഒരു ഡ്രസ്സ് ഞാൻ മിയയ്ക്ക് ഇന്ന് സ്കൂളിലേക്ക് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്, അതിന് വേണ്ടിയിട്ട് റെന്റ് എടുത്തതാണ്. 600 രൂപയാണ് ഒരു ദിവസത്തേക്കുള്ള റെന്റ് വരുന്നത്. ഈ ഒരു കോസ്റ്റ്യൂമിന് പ്രധാനമായിട്ട് 6 ഭാഗങ്ങളാണ് വരുന്നത്. അടുത്തതായിട്ട് വെക്കുന്നത് പുറംചട്ടയാണ്. പൈജാമയുടെ പുറകുഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത്. ഇത് ഈ രീതിയിൽ വെച്ചിട്ട് ടൈ ചെയ്യാണ് ചെയ്യേണ്ടത്. പക്ഷെ മിയയ്ക്ക് ഇവിടെ കുറച്ച് വലുതായതുകൊണ്ട് ഇങ്ങനെ കെട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ പുറയിൽ വെച്ചിട്ടാണ് ടൈ ചെയ്യുന്നത്. ഇനി ഇവിടെ അരപ്പട്ടയും വേറൊരു വിശറി പോലത്തെ ഭാഗവും കൂടെ വരുന്നത് കൊണ്ട് വലുതാണെന്നുള്ള കാര്യം പുറമെ നിന്ന് കാണുന്നവർക്ക് മനസ്സിലാകത്തില്ല. ഏത് ഡാൻസിനാണെങ്കിലും അതിനുപയോഗിക്കുന്ന ഡ്രസ്സിന്റെ നാടകൾ കെട്ടുമ്പം പതിവിനും കൂടുതൽ കുറച്ച് ടൈറ്റ് ആയിട്ട് വേണം കെട്ടാനായിട്ട്. കാരണം കുറച്ച് കഴിയുമ്പം ഇതൊക്കെ ഒന്ന് അയയും. കാരണം ഡാൻസ് എന്ന് പറയുമ്പോൾ ഫുൾ മൂവ്മെന്റ് ഉള്ള സംഗതിയാണല്ലോ. അതുകൊണ്ട് എപ്പോഴും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം കെട്ടാനായിട്ട്. നവരാത്രി പ്രമാണിച്ചുള്ള സ്കൂളിലെ പ്രോഗ്രാമാണ്. അസംബ്ലി ടൈമിൽ ഒരു അരമണിക്കൂർ വരുന്ന പ്രോഗ്രാം, അത്രയേ ഉള്ളൂ. ഇതിലാണ് മിയയുടെ ഒരു ഡാൻസ് വരുന്നത്. അവൾ യൂട്യൂബ് നോക്കി തന്നെ പഠിച്ച പ്രണവാലയ എന്ന് പറയുന്ന ഡാൻസ് ആണ് ഇന്ന് കളിക്കുന്നത്. ഡാൻസ് കോസ്റ്റ്യൂം എടുക്കാൻ പോയപ്പം സ്കേർട്ടും ബ്ലൗസും ആയിട്ട് വരുന്ന ഏതെങ്കിലും ഡിസൈൻ കിട്ടുമെങ്കിൽ അതെടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ നവരാത്രി ആയതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് ഇപ്പം പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് സാധനങ്ങളെല്ലാം റെന്റിന് പോയേക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഭരതനാട്യത്തിന്റെ കോസ്റ്റ്യൂം എടുത്തത്. ഭരതനാട്യം ഡ്രസ്സിന്റെ ലാസ്റ്റ് വെക്കേണ്ട പാർട്ടാണ് ഈ ഒരു വിശറി പോലത്തെ ഡിസൈൻ. ഇത് ഫ്രണ്ടിലായിട്ടാണ് വെക്കുന്നത്. ബാക്കിൽ ടൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കി വരുന്ന നാടഭാഗങ്ങളെല്ലാം അകത്താക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മീ സാധാരണ സ്കൂളിൽ പോകുന്ന ടൈം 7:30 ആണ്. ഇവിടെ സ്കൂൾ ബസ് വരും, അങ്ങനെയാണ് പോകാറ്. പക്ഷേ ഇന്നിപ്പം പരിപാടി ആയതുകൊണ്ട് കൊണ്ടാക്കാനാണ് പ്ലാൻ. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറിയിട്ട് യൂണിഫോം ഇട്ട് ഇവരെ ക്ലാസ്സിൽ കയറ്റണം. എനിക്കും കൂടി സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് ആദ്യം ഞാനാണ് ഒരുങ്ങി നിന്നത്. അതിനുശേഷമാണ് മിയെ റെഡിയാക്കിയത്. 6:30 ആകുമ്പോഴാണ് ഞങ്ങൾ ഒരുങ്ങാൻ തുടങ്ങിയത്. പക്ഷേ ഒരു 7:45 കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 8:10 സ്കൂൾ റിപ്പോർട്ടിംഗ് ടൈം. 8:15 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ഡാൻസ് പഠിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ചെറിയ പ്രായത്തിൽ നമുക്ക് അവർക്ക് ഡ്രസ്സ് തയ്ക്കേണ്ട ആവശ്യമില്ല, റെന്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനിയാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരമണിക്കൂറത്തെ പ്രോഗ്രാമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് അവർക്ക് നേരെ ക്ലാസ്സിൽ കയറണം. അതുകൊണ്ട് ഫൗണ്ടേഷൻ പകരം ഗ്ലോ ആൻഡ് ലവ്ലിയുടെ BB ക്രീം ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ചെറിയ ഡോട്ടായിട്ട് മുഖത്തിന്റെ പല ഭാഗങ്ങളിൽ ഇട്ടിട്ട് പിന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ഡ്രസ്സ് റെന്റിന് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന്. അതിന് കാരണം ഒരു ഡ്രസ്സ് തയ്ക്കണമെങ്കിൽ മിനിമം 5000 രൂപ ചിലവാണ്. പക്ഷേ അവർ പെട്ടെന്ന് വലുതാകുകയും ചെയ്യും. അത് മാത്രമല്ല പ്രോഗ്രാംസ് വരുമ്പോൾ നമ്മൾ റെന്റിന് എടുക്കുകയാണെങ്കിൽ പല കോസ്റ്റ്യൂമിൽ നമുക്ക് പെർഫോം ചെയ്യാവുന്നതാണ്. അടുത്തത് പൊട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഗോപിപ്പൊട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. മെറൂൺ തിരക്കിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ബ്ലാക്ക് ആണ് വെക്കുന്നത്. പിന്നെ മിയുടെ മുഖത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്ന ഒരു സർക്കിൾ ഷേപ്പാണ്. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ പൊട്ട് വെച്ചാൽ ഒന്നുകൂടെ ആ ഒരു സർക്കിൾ പ്രൊജക്ട് ചെയ്ത് നിൽക്കുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിവിടെ ഗോപിപ്പൊട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നൊന്ന് പറയണം. ഇത് കൂടാതെ ഞാനൊരു ഐക്കോണിക് കാജിൽ വെച്ച് താഴെ കണ്ണ് നന്നായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. കണ്ണിനകത്തും പുറത്തും നല്ല ഡാർക്ക് ആയിട്ടാണ് എഴുതിയേക്കുന്നത്. ഇതിന് ശേഷം കണ്ണിന്റെ മുകളിൽ ഞാൻ ഐലൈനർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സെമി ക്ലാസിക്കൽ ആയതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് മേക്കപ്പ് റിമൂവ് ചെയ്യേണ്ടതുകൊണ്ട് ഒരുപാട് അങ്ങ് സ്പ്രെഡ് ചെയ്തിരുന്നില്ല. അതായത് ഭരതനാട്യത്തിന് വലിയ വാലൊക്കെയാണ് ഇടുന്നത്. ഞാനിവിടെ വാലിടുന്നുണ്ട്, എന്നാലും ഒത്തിരി അങ്ങ് വലിച്ചു നീട്ടുന്നില്ല. നെക്സ്റ്റ് ഐബ്രോ ആണ് ചെയ്യുന്നത്. ഇതും ഞാൻ അങ്ങനെ ഒരുപാട് ഡാർക്കായിട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫില്ല് ചെയ്തിട്ട് ഒന്ന് കറുപ്പിച്ച് വിടുന്നുണ്ട്. പക്ഷേ ഭരതനാട്യത്തിൻ്റെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഐബ്രോ നല്ല ഡാർക്ക് ആയിരിക്കണം. അതുപോലെ നല്ല പൊക്കിയാണ് എഴുതേണ്ടത്. താഴെയുള്ള ഐബ്രോസിന്റെ ഭാഗം ഹൈഡ് ചെയ്യുകയും വേണം. നെക്സ്റ്റ് ലിപ് ലൈനർ വെച്ച് ലിപ്സിന്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് വേണ്ടത്. സാധാരണ ഡാൻസിന് ബ്ലാക്ക് ഓർ ബ്രൗൺ കളർ വെച്ചിട്ടാണ് ലിപ്സിന് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ അങ്ങനത്തെ കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അടുത്തായിട്ട് ലിപ്സ്റ്റിക് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണ് എടുത്തേക്കുന്നത്, മൈഗ്ലാമിൻ്റെ. ഇതാകുമ്പോൾ ഡ്രൈ ആയിട്ട് ഉണങ്ങിയിരുന്നോളും. ഇടയ്ക്കിടയ്ക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് പൊട്ടിന് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഒരു ബ്ലാക്ക് ഡോട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഹെയർ ആണ് ചെയ്യുന്നത്. ഹെയർ ചെയ്യുന്നതിന് മുമ്പേ വേണമെങ്കിൽ ഓർണമെന്റ്സ് നമുക്ക് ഇടാം. ഇതിപ്പോൾ ഞാൻ വടയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് മുടി കെട്ടിയിട്ടാണെങ്കിലും നമുക്ക് ഓർണമെന്റ്സ് ഇടുന്നതിന് അധികം ബുദ്ധിമുട്ട് വരത്തില്ല. നടുക്കൂന്ന് വകുപ്പ് എടുത്തിട്ട് സൈഡിൽ 2 പോർഷനും മുടി പിന്നിയിട്ട് ബാക്കിൽ ഒന്ന് ചെറുതായിട്ട് നമ്മൾ കുളിപ്പിന്നൽ എന്ന് പറയത്തില്ലേ, അതുപോലെ ചെറുതായിട്ടൊന്ന് പിന്നി ടൈ ചെയ്തിട്ടുണ്ട്. മുടി അഴിച്ചിട്ടിട്ട് ബാക്കിൽ പൂ വെക്കാൻ
ചെയ്യാതിരിക്കാനാണ് എൻ്റെ പ്ലാൻ. ആദ്യം ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ഹെയർ വാങ്ങിച്ച് ഫിക്സ് ചെയ്യാമെന്ന്. പിന്നെ കുട്ടിക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാക്കേണ്ടെന്ന് കരുതി. അതുമല്ല ഒരു 5 മിനിറ്റ്സിൻ്റെ പ്രോഗ്രാം അല്ലേ ഉള്ളൂ, ചെറിയൊരു പ്രോഗ്രാം, അതുകൊണ്ട് അതൊന്നും വേണ്ടെന്ന് തീരുമാനിച്ചു. ഓർണമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ബാംഗിൾസിൽ സ്റ്റോൺ വെച്ച 2 ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന വളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മാലയിൽ 3 മാലകൾ ചേർത്ത് ഒരുമിച്ച് വലിയൊരു നെക്ക് പീസായിട്ട് തോന്നുന്ന വിധത്തിലാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. പേൾ ഹാങ്ങിങ്സ് വരുന്ന ജിമിക്കിയാണ് കമ്മലിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ഇയർ ചെയിനോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഭരതനാട്യം ഡ്രസ്സിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഗതിയാണ് അരപ്പട്ട എന്ന് പറയുന്നത്. ഇത് ഞാൻ റെൻറ്റിന് എടുത്തതാണ്. ഇതിന് 100 രൂപയാണ് റെൻറ്റ് വരുന്നത്. അടുത്തതായിട്ട് നെറ്റിച്ചുട്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് മുൻഭാഗത്തായിട്ട് കറുത്ത ചരട് കെട്ടി അത് ബാക്ക് സൈഡിൽ മുടിയുടെ അടിയിലായിട്ട് ടൈ ചെയ്ത് വെച്ചാൽ ഉറച്ചിരിക്കും. പിന്നെ നമ്മൾ സ്ലൈഡും കൂടെ ആ ചരടിൽ വെച്ച് ഉറപ്പിച്ചാൽ മതി. മിയയുടെ നെക്ക് പീസിൽ ലാസ്റ്റ് വരുന്ന മാലയും അതുപോലെ ഈ നെറ്റിച്ചുട്ടിയും കമ്മലും ഒക്കെ അമൃതയും സൂര്യയൊക്കെ ഷെയർ ചെയ്തതാണ്. അതുപോലെ ഈ കാണുന്ന പൂവാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. എൻ്റെ ഫ്രണ്ട് അമൃത ഒരു ക്ലാസിക്കൽ ഡാൻസർ ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ പുള്ളിക്കാരിയുടെ കയ്യിലുണ്ട്. ഈ പൂവും പുള്ളിക്കാരി തന്നെയാണ്. ഇത് ഹെയർ പിന്നും ഒക്കെ വെച്ച് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കണം. അതുകൂടാതെ ബാക്കിൽ ചരടിൽ ഒന്ന് ടൈറ്റ് ചെയ്യുന്നത് നന്നായിട്ടിരിക്കും. പിന്നെ അൽത്ത ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വെച്ചാണ് അൽത്തയ്ക്ക് പകരം കയ്യിൽ വരച്ചത്. മേക്കപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഭക്ഷണം കഴിപ്പും കാര്യങ്ങളും ഒക്കെ നടന്നു. ഇത് കഴിഞ്ഞ് സ്കൂളിലെത്തി മിയ നന്നായിട്ട് പെർഫോം ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ പോകാം. ഇന്നത്തെ കോസ്റ്റ്യൂമിനും അതുപോലെ ഞാൻ റെൻറ്റിനെടുത്ത അരപ്പട്ടയും ചിലങ്കയ്ക്കും വേണ്ടിയിട്ട് മൊത്തത്തിലായ തുക 800 രൂപയാണ്. ഇതിപ്പോൾ പുറത്തൊരാളെ വിളിച്ച് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മിനിമം 1500 രൂപയാണ് ചിലവ്. ഒരുക്കാൻ അറിയാത്ത ഒരാൾ ഒരുക്കുമ്പോൾ തലേദിവസം ഒന്ന് ട്രയൽ നോക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ബൈ.